ഉമേഷ് തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഏറ്റവും ഒടുവിലായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ എന്തൊക്കെ? പോലീസ് നൽകുന്ന വിശദീകരണം, പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്നുള്ള ദാരുണമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന മാത്രയിൽ തന്നെ നടക്കം തോന്നുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ്. കൊച്ചി പനമ്പള്ളി നഗറിൽ ഇന്ന് രാവിലെയോടെയാണ് ഒരു ആൺകുഞ്ഞിൻ്റെ മൃതദേഹം നടു റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംഭവമുണ്ടായത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന 3 പേരെ, 5C ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇതേ ഫ്ലാറ്റിൽ വെച്ച് തന്നെയാണ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നത്. ഈ ഫ്ലാറ്റിൽ പോലീസിൻ്റെ പരിശോധനയിൽ ഫ്ലാറ്റിൻ്റെ ശുചിമുറിയിൽ രക്തക്കറയടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഫ്ലാറ്റിൽ വെച്ചു തന്നെ പ്രസവം നടന്നു എന്ന അനുമാനത്തിലേക്കാണ് പോലീസ് ഉള്ളത്. ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കുറ്റകൃത്യത്തിന് പിന്നിൽ ഈ 3 പേർ തന്നെയാണ്. ഫ്ലാറ്റ് നിവാസിയായ അഭയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൾ, ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് ഇവരെ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. അതായത് സ്ഥിരീകരിച്ചിരിക്കുന്നു, ഇവർ തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യം ചെയ്യൽ, പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും അല്പസമയത്തിനകം തന്നെ. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ, ഒപ്പം DCP, ACP അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. 3 പേരുടെയും നേതൃത്വത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് അഭയകുമാർ എന്നയാളും ഇയാളുടെ ഭാര്യയും ഒപ്പം മകളും, അങ്ങനെ 3 പേരാണ് ഈ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. അതിനുശേഷം ഈ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് കുഞ്ഞിനെ കവറിലാക്കി പൊതിഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്നുള്ളതാണ്. അതിനു മുമ്പായി തന്നെ ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അത് അക്കാര്യത്തിൽ പോലീസ് തന്നെയാണ് ഒരു സ്ഥിരീകരണം പറയേണ്ടത്. അതായത് കൊലപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണോ അതോ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് സ്ഥിരീകരണം വേണ്ടത്. നേരത്തെ കമ്മീഷൻ അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രതികളെ 24 മണിക്കൂറിനകം പിടികൂടും എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ആ പ്രതികരണം നടത്തുമ്പോൾ തന്നെ ഇവർ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് ബോധ്യമാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കസ്റ്റഡിയിൽ തന്നെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ പുറത്തേക്ക് അവരെ കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ വൈദ്യപരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോകും. മറ്റ് നടപടികളും പോലീസ് പൂർത്തിയാക്കും. ഇതെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന സംബന്ധിച്ച കാര്യത്തിലാണ് ഇനി ഒരു സ്ഥിരീകരണം വേണ്ടത്. അക്കാര്യം പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതായത് ചോദ്യം ചെയ്യലിൽ ഇവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ എന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാകണം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഫ്ളാറ്റിൽ നിന്ന് ഇവരെ മാറ്റുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കണം പോലീസ് കടക്കുന്നതല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് വിനീഷ. കാരണം ഏതാനും മണിക്കൂറുകളായി ഇവരെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. കാരണം ഈ പരിശോധനയിൽ ഈ ഫ്ലാറ്റിലെ 5ാം നിലയിലുള്ള 5C ഫ്ലാറ്റിലെ ശുചിമുറിയിൽ പോലീസ് രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവിടുത്തെ താമസക്കാരായ 3 പേരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. താമസക്കാരെന്ന് പറയുമ്പോൾ അഭയകുമാർ എന്നയാൾ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ ഏതാണ്ട് 22-23 പ്രായമുള്ള മകൾ, ഈ 3 പേരെയാണ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിൽ നിന്ന് അവിടെ വെച്ച് തന്നെയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അതായത് ഈ അഭയകുമാറിൻ്റെ മകൾ ആണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചതെന്നും അതിനുശേഷം ഈ കുഞ്ഞിനെ ഈ കുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം മറ്റാർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. കാരണം നേരത്തെ ഫ്ലാറ്റിലെ മറ്റ് താമസക്കാരൊക്കെ, ഈ അപ്പാർട്ട്മെൻറ്റിലെ മറ്റ് താമസക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെ ഗർഭിണിയാണെന്നുള്ള വിവരം തങ്ങൾക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഫ്ലാറ്റിലെ സെക്യൂരിറ്റി അടക്കം ആ തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. മാത്രമല്ല ഇവർക്ക് മറ്റ് കുടുംബങ്ങളുമായി അധികം ബന്ധമില്ല, ഈ ഫ്ലാറ്റിലെ മറ്റ് താമസക്കാരുമായി അധികം ബന്ധം പുലർത്തിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇവർ തന്നെ ഇത് രഹസ്യമായി സൂക്ഷിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് പ്രസവം നടന്ന ശേഷം ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം പ്ലാസ്റ്റിക് കവറിലാക്കി
വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പുറത്തു വന്ന സൂചനകളനുസരിച്ച് മാലിന്യ കുഴിയിൽ ഉപേക്ഷിക്കാനാണോ തീരുമാനിച്ചെന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അങ്ങനെ ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം ഈ ഭാഗത്തില്ല. ഇനി ഫ്ലാറ്റിനകത്ത്, അതായത് ഈ ഫ്ലാറ്റിൻ്റെ കോമ്പൗണ്ടിനകത്ത് അത്തരത്തിലൊരു കേന്ദ്രം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ സംഭവം നടന്ന ശേഷം മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇവരുടെ ഫ്ലാറ്റിന് ഈ പുറത്തേക്ക് എറിഞ്ഞ റോഡിന് സമീപത്ത് ഏതായാലും അത്തരത്തിലൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രമില്ല. റോഡിലേക്ക് തന്നെയാണ് ഈ പാക്കറ്റ്, കുഞ്ഞിനെ നിക്ഷേപിച്ച ആ പാക്കറ്റ് വന്ന് വീണത് റോഡിലേക്ക് തന്നെയായിരുന്നു. ഈ നിലത്ത് വീണ ഉടൻ തന്നെ പാക്കറ്റിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു, മൃതദേഹം പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു. അങ്ങനെ തെറിച്ചതുകൊണ്ടാണ് റോഡിലൂടെ വന്ന ആ സമയത്ത് കടന്നു വന്ന ഒരു ഡ്രൈവർ ഇതൊരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയുകയും പോലീസിനോട് പറയുകയും ചെയ്തത്. ഒരുപക്ഷേ അത് പാക്കറ്റിനകത്ത് തന്നെ ആയിരുന്നെങ്കിൽ ഇതൊരു മൃതദേഹമാണ്, ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാൻ തന്നെ ഏറെ സമയമെടുത്തേനെ. മാത്രമല്ല നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണിത്. പ്രധാന റോഡല്ലെങ്കിലും ഈ ഇടറോഡുകളിലൂടെയൊക്കെ രാവിലെ വലിയ ഗതാഗതം ഉണ്ടാകാറുണ്ട് എന്ന് ഈ പരിസരവാസികളടക്കം പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവർ ഇത് കാണുകയും കുഞ്ഞിൻ്റെ മൃതദേഹം കാണുകയും പോലീസിനോട് വിവരമറിയിക്കുകയും ഉടൻ തന്നെ അത് മൂടിയിടുകയും ചെയ്തത്. ഇതേ തുടർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി എന്നുള്ളതാണ്. 8 മണിക്ക് 8:15 ഇടയ്ക്കിൽ സംഭവം നടന്ന അപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും വിശദമായ പരിശോധന ഘട്ടത്തിൽ തന്നെ തുടങ്ങുകയും ചെയ്തു. സംശയമുള്ള ഫ്ലാറ്റുകളിലൊക്കെ പോലീസ് പരിശോധന നടത്തി, പലരെയും നേരിൽ കണ്ട് മൊഴിയെടുത്തു. ശേഖരിക്കാവുന്ന അത്രയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ആ ദൃശ്യങ്ങളിൽ ഒന്നാണ് നമ്മൾ കണ്ടത്, ഈ കുഞ്ഞിനെ പുറത്തേക്കെറിയുന്ന ദൃശ്യങ്ങൾ. അത് ഈ റോഡിലേക്ക് മുഖമുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാണ് എന്ന് പോലീസിന് ഏതാണ്ട് സൂചനകളുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഫ്ലാറ്റിലെ താമസക്കാരെ തന്നെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവർ തന്നെയാണ് കൃത്യം നിർവഹിച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതും ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാവുന്നത്. ഏതായാലും ഇവരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവർ തന്നെയാണ് കൃത്യം നിർവഹിച്ചതെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായ അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നുള്ളത് പോലീസാണ് സ്ഥിരീകരിക്കേണ്ടത്. ഈ ഫ്ലാറ്റിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തേക്ക് ഇറക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള പോലീസ് വാഹനം സജ്ജമാക്കി ഫ്ലാറ്റിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇവരെ ഈ വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മിനിറ്റുകൾക്ക് മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം നേരത്തെ 1.5 മണിക്കൂർ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടാൻ കഴിയും എന്നുള്ളത് തന്നെയായിരുന്നു. അതാണിപ്പോൾ കണ്ടത്. കാരണം അദ്ദേഹം ആ പ്രതികരണം നടത്തുമ്പോൾ തന്നെ ആരാണ് ഈ കൃത്യം നിർവഹിച്ചതെന്ന് സൂചന അല്ലെങ്കിൽ ധാരണ പോലീസിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അക്കാര്യം ഉറപ്പിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിലൂടെ പോലീസ് ചെയ്തത്. തെളിവ് ശേഖരണം വളരെ പ്രധാനമാണ്. അത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ 8:30 ഇവിടെ എത്തിയ പോലീസ് ഈ സമയം അത്രയും ഫ്ലാറ്റിനകത്തും പുറത്തുമൊക്കെയായി വിശദമായ പരിശോധന നടത്തുകയും പരമാവധി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പരമാവധി പേരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പ്ലാസ്റ്റിക് ഈ ഒരു കൊറിയർ കവറിലാക്കിയാണ് പുറത്തേക്ക് എറിഞ്ഞത് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ കവറിൻ്റെ മേൽവിലാസം അടക്കം പോലീസ് നേരത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. ആ തരത്തിലുള്ള അന്വേഷണവും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി രക്തക്കറയടക്കം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കേസിൻ്റെ ഭാവിയിൽ മുന്നോട്ടുള്ള പോക്കിന് ഈ രക്തക്കറ, അതിന് ആവശ്യമെങ്കിൽ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പാകത്തിലുള്ള തെളിവ് ശേഖരണം, ശാസ്ത്രീയ തെളിവ് ശേഖരണം പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികളെ ഏത് നിമിഷവും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരും. ആ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറോട് വന്നപ്പോൾ പറഞ്ഞത് ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികരിക്കാം എന്നാണ്. ഏതായാലും കമ്മീഷൻ അടക്കമുള്ളവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ കൊല ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. എങ്കിൽ പോലും നിരവധി ആളുകൾ കടന്നു പോകുന്ന, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു നടു റോഡിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം ഉപേക്ഷിക്കാൻ, സ്വന്തം അഡ്രസ്സിൽ വന്ന കൊറിയർ കവറിൽ കെട്ടി കുഞ്ഞിൻ്റെ മൃതദേഹം ഉപേക്ഷിക്കാൻ പാകത്തിൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹതയില്ലേ? തീർച്ചയായും വലിയ ദുരൂഹതയുണ്ട്. തുടക്കം മുതൽ തന്നെ ആ ദുരൂഹത തന്നെയാണ് വലിയ സംശയങ്ങൾ ഉളവാക്കിയത്. പക്ഷേ പോലീസ് മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ ചിത്രം പോലീസിന് ഏതാണ്ട് വ്യക്തമായി എന്നുള്ളത് തന്നെയാണ്.